ഹലോ, ഞങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ദേ തിരിച്ച് മലപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടാന്ന് പറയുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ മലപ്പുറത്ത് ചെല്ലുമ്പോൾ പിന്നെ എല്ലാം മാറിക്കിട്ടും. അങ്ങനെ ഇന്ന് പപ്പയും അമ്മയാണ് കേട്ടോ എന്നെ കൊണ്ടാക്കുന്നത്. നമ്മൾ കൊല്ലം KSRTC സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. തിരുവനന്തപുരം കാരോട് മുതൽ കാസർഗോഡിലെ തലപ്പാടി വരെ 765 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ദേശീയ പാതയിലൂടെ അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലത്ത് നിന്ന് മലപ്പുറത്തേക്ക് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഈ ആലപ്പുഴ ദേശീയപാതയാണ്. തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്തി കൊല്ലത്ത് നിന്നും. ആലപ്പുഴ നഗരത്തിൻ്റെ ശില്പി ആരാന്നറിയാവോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ദേ ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പം അമ്മ കുറച്ച് സ്നാക്സ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് നമ്മളെ ഈ കണ്ടക്ടർ ഡ്രൈവർ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ കൊച്ചി എത്തിയിട്ടുണ്ട്. കൊച്ചി മുതൽ അങ്ങോട്ട് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ചാലക്കുടി എത്തിയപ്പോഴത്തേക്ക് ഒരു 3 മണിയായിട്ടുണ്ടാവും. അന്നേരമായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചത്. അമ്മ നല്ല എക്സ്ഫ്രൈഡ് റൈസൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഡ്രൈവറും ഈ കണ്ടക്ടറും അവർ രണ്ടുപേരും നല്ല കാര്യമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെടുമല്ലോ. നല്ല കമ്പനിയായിരുന്നു അവരുമായിട്ടൊക്കെ നല്ല. അങ്ങനെ ദേ ഇപ്പം ഞങ്ങൾ ശക്തൻ്റെ നാടായ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും പിന്നെ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ ഏകദേശം ഞങ്ങളൊരു കേരളത്തിലെ 2ാമത്തെ വലിയ നദിയായി നിളയുടെ മുകളിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. നമ്മുടെ കുറ്റിപ്പുറം പാലം. മലപ്പുറം എത്താറായതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എറണാകുളം തൊട്ട് ഇങ്ങോട്ട് ഭയങ്കര ചൂടായിരുന്നു. അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരു വല്ലാത്തൊരു ചൂടെടുത്ത് നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ. മലപ്പുറം എത്താറായപ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റും അത്യാവശ്യം മഴയുണ്ടായിരുന്നു മലപ്പുറത്ത്. അങ്ങനെ ദേ രഞ്ജുവണ്ണം വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ആളെന്തെങ്കിലും ഡ്യൂട്ടി പരമായിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. അങ്ങനെ ദേ ഞങ്ങൾ മലപ്പുറത്തെത്തിയപ്പം ഇവിടെ ഭയങ്കര മഴ എന്തോ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന ടൈമിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നേരെ ഓട്ടോയിലാണ് ക്വാർട്ടേഴ്സിലോട്ട് പോയത്. പിന്നെ അവിടുന്ന് കുളിച്ച് ഫ്രഷായി രഞ്ജുവണ്ണനുമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. രഞ്ജുവണ്ണനെ കാണാത്ത വിഷമമൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തീർത്തു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.